അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടിലിരുന്നിട്ട് ട്രാൻസ്ക്രിപ്ഷൻ ജോബ് ചെയ്യാം, ഡേറ്റ കളക്ഷൻസ് ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് ഓരോ ടെസ്റ്റിനും വീഡിയോസിനും ഒക്കെ ലേബലൊക്കെ കൊടുത്തിട്ട് ക്യാഷ് ഏൺ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നല്ല ഒരു സൈറ്റാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്ത് തരാൻ പോകുന്നത്. ഈ സൈറ്റ് മറ്റുള്ള സൈറ്റിനെക്കാട്ടിലും ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അത് നമ്മൾ ക്യാഷ് ഏൺ ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും അതിൻ്റെ ഓരോ പ്രൊസീജിയറിൻ്റെ കാര്യത്തിലുമൊക്കെ ആണെങ്കിലും മറ്റ് സൈറ്റിൽ വെച്ച് നോക്കുമ്പോൾ ഒരു ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അത് എമൗണ്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ ചെയ്യുന്ന വർക്കിനനുസരിച്ചായിരിക്കും നമുക്ക് എമൗണ്ട് കിട്ടുക. ഇത് ടോട്ടലി ഫ്രീ ആണ്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ജോബ് സെലക്ട് ചെയ്തിട്ട് അപ്ലൈ ചെയ്തിട്ട് വർക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ സൈറ്റ് ഏതാണെന്നും എങ്ങനെ വർക്ക് ചെയ്യണം, എങ്ങനെ വിഡ്രോവൽ ചെയ്യണം, ഏതൊക്കെ രീതിയിലാണ്, എത്ര പ്രൊസീജിയർ ഉണ്ട്, തൊട്ട് തുടങ്ങുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുൾ വാച്ച് ചെയ്യുക. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കമൻറ്റ് ചെയ്തതിനെ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഉള്ള നോട്ടിഫിക്കേഷൻ തന്നെ എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ ഉണ്ടായാലോ. ഇത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ പോകുന്നത് ഒരുപാട് വെറൈറ്റി ജോബ്സ് അവൈലബിൾ ആയിട്ടുള്ള ഒരു സൈറ്റാണ്. സൈറ്റിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ഡേറ്റ പ്ലസ് ആണ്. ഈ ഒരു സൈറ്റ് മറ്റു സൈറ്റിനെക്കാട്ടിലും ഒക്കെ അപേക്ഷിച്ച് ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഡേറ്റ പ്ലസ് എന്ന് പറയുന്നതിനകത്ത് ഒരുപാട് ജോബ്സ് അവൈലബിൾ ആണ്. അതിനെപ്പറ്റിയാണ് ആദ്യമേ അവർ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ജോബിൻ്റെ ഓപ്പർച്യൂണിറ്റീസുകൾ അല്ലെങ്കിൽ ഏതൊക്കെ ജോബാണ് നമ്മുടെ ഈ ഒരു സൈറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ അനോനേഷൻ എന്ന് പറയുന്ന ഒരു ജോബ് ആണ്. പിന്നുള്ളത് ട്രാൻസ്ക്രിപ്ഷൻ സർവീസ്, പിന്നെ ഡേറ്റ കളക്ഷൻസ്. അങ്ങനെ 3 ഹെഡിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതെന്ന് പറയുന്നത് അനോനേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇമേജസ്, വീഡിയോസ്, ടെക്സ്റ്റ് അതൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ നമ്മൾ ഓരോ ലേബൽ കൊടുക്കുക. നിങ്ങൾക്ക് ആ പിക്ചർ നോക്കുമ്പോൾ മനസ്സിലാവും എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. നമുക്ക് ഇപ്പോൾ അവരൊരു ഇമേജ് തന്നിട്ട് അതിന് നമ്മൾ എന്ത് ചെയ്യണം, ലേബൽ നൽകണം. അതുപോലെ തന്നെ വീഡിയോസ് തന്നിട്ട് അതിന് ലേബൽ നൽകുക. അതുപോലെ ടെസ്റ്റിന് ലേബൽ. അങ്ങനെ നമ്മൾ ലേബൽ കൊടുക്കുന്നതിനാണ് അനോനേഷൻ എന്ന് പറയുന്നത്. പിന്നുള്ളത് ട്രാൻസ്ക്രിപ്ഷൻ സർവീസാണ്. അതെന്ന് പറയുന്നത് നമ്മൾ ട്രാൻസ്ക്രൈബ് ചെയ്യുക. ചിലപ്പോൾ ഒരു സ്പീച്ച് തന്നിട്ട് നമ്മൾ അതിലേക്ക് ടെസ്റ്റിലേക്ക് മാറ്റാനായിട്ടായിരിക്കും പറയുന്നത്. അല്ലെങ്കിൽ ഒരു വീഡിയോ തന്നിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യണം, ടെസ്റ്റാക്കി മാറ്റണം. അല്ലെങ്കിൽ ഒരു പത്രത്തിൻ്റെ പരസ്യമോ ഇതുപോലെ എന്തെങ്കിലും ഒരു പിക്ചർ തന്നിട്ട് അതിലേക്ക് നമ്മൾ മാറ്റണം, ടെസ്റ്റാക്കി മാറ്റണം. അതിനെയാണ് ട്രാൻസ്ക്രിപ്ഷൻ സർവീസ് എന്ന് പറയുന്നത്. പിന്നുള്ളത് ഡേറ്റ കളക്ഷൻസ്. ഡേറ്റ കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ അവരൊരു സ്പെസിഫൈഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് തരും. അതിൻ്റെ ബേസിൽ നമ്മൾ ഡേറ്റ കളക്ട് ചെയ്ത് കൊടുക്കണം. എങ്ങനെ കളക്ട് ചെയ്യുക എന്ന് വെച്ചാൽ, ഒന്നെങ്കിൽ നമ്മളത് ചെയ്യണം, ഫോട്ടോ എടുത്തിട്ട് അവർക്ക് കളക്ട് ചെയ്ത് കൊടുക്കുക. അതല്ലാതെ നമ്മൾ വോയിസ് റെക്കോർഡ് ചെയ്തിട്ട് നമ്മൾ ഡീറ്റെയിൽസ് അവർ തരുന്ന ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ ഡേറ്റാസ് കളക്ട് ചെയ്തിട്ട് അതൊരു വീഡിയോ ആയിട്ടോ ഓഡിയോ ആയിട്ടോ നമ്മൾ ചെയ്യണം, അവർക്ക് അയച്ചു കൊടുക്കണം. അങ്ങനെ നമുക്ക് ഇതുപോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ വർക്ക് ചെയ്തിട്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാണോ സിമ്പിളായിട്ട് തോന്നുന്നത് അത് ചെയ്യാം. നിങ്ങൾ മിക്കവാറും എല്ലാവർക്കും ട്രാൻസ്ക്രിപ്ഷൻ ജോബായിരിക്കും, ട്രാൻസ്ക്രിപ്ഷൻ സർവീസ് ആയിരിക്കും കൂടുതൽ എളുപ്പം. കാരണം അവർ നമുക്ക് വീഡിയോ തരും, അത് കേട്ടിട്ട് നമ്മൾ ടെസ്റ്റാക്കി മാറ്റി കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ജോബ്സ് താല്പര്യമുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇതിൽ നമുക്ക് 24 hours നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് സപ്പോർട്ടിങ് ടീംസ് ഒക്കെ ഉണ്ട്. നമുക്ക് ചെയ്യാം, എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിതിനകത്ത് ജോബിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. ജോബ് ഇവിടെ ഒരു ജോബ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് നോക്കിയാൽ മനസ്സിലാവും. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ജോബിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ ജോബിന് അപ്ലൈ ചെയ്യാനും താല്പര്യമുണ്ടെങ്കിൽ ഗുജറാത്തി ലാംഗ്വേജിലേക്ക് അനോനേഷൻ നടത്താനായിട്ട് ഒരു ജോബ് വേക്കൻസി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റിയും വോളിയം ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ അവർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ഡീറ്റെയിൽ ഫുൾ വായിച്ച് നോക്കി മനസ്സിലാക്കിയിട്ട് താല്പര്യമുണ്ടെങ്കിലേ നിങ്ങൾ അപ്ലൈ ചെയ്യാവുള്ളൂ. അപ്പോൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കിനും അവർ താഴെ കുറേ ക്വസ്റ്റ്യൻസ് കൊടുത്തിരിക്കുന്നുണ്ടോ. ആദ്യമേ ചെയ്യുന്നത് പ്രൊഡക്ഷൻ ട്രയൽ ഓർ അനോനേഷൻ ട്രയൽ എന്ന് വെച്ചാൽ നമ്മൾ ആദ്യമേ ആ ഒരു ട്രയൽ നോക്കുവാണ് ആദ്യമേ ചെയ്യുക. എന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ജോബിൻ്റെ അപ്ലൈ ഉണ്ടല്ലോ അത് ചെയ്തതിന് ശേഷം നമുക്കത് വായിച്ച് നോക്കിയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ വർക്ക് ഫ്ലോ എന്നുള്ളത് കിടക്കുന്നുണ്ട്. ആ ഒരു ടേംസ് നമുക്കിത് ഫുള്ള് വായിക്കാം. ഇപ്പോൾ ഇത് കണ്ടോ 6 പേജുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ ഓരോ പേജും റീഡ് ചെയ്ത് നോക്കുക.
നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വർക്ക് കണ്ട് ഇഷ്ടപ്പെട്ട് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നമ്മളിപ്പോൾ ഈ ഒരു സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് അല്ലെങ്കിൽ ജോബിന് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആദ്യമേ ഒരു ട്രയൽ ഉണ്ടായിരിക്കും. ആ ട്രയൽ നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പെയ്ഡ് ആയിട്ടുള്ള വേർഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യമേ ട്രയൽ അവർ നമുക്ക് അയച്ചു തരും. അത് നമ്മൾ ആദ്യമേ കംപ്ലീറ്റ് ചെയ്യണം. അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്ന രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സൈനിങ് ഇത് എഗ്രിമെൻ്റ് ആണ്. നമ്മൾ എഗ്രിമെൻ്റ് സൈൻ ചെയ്യണം അവരുമായിട്ട്. എന്ന് വെച്ചാൽ മാനേജറായിട്ട് അതിനകത്ത് നമുക്ക് എഗ്രിമെൻറ്റിൻ്റെ ഓൺലൈനായിട്ടുള്ള പ്രിൻ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനും പറ്റും. അതിനകത്ത് സൈനും സീലും ഒക്കെ ഉള്ള ഒരു പ്രൊഫഷൻ ആയിട്ടുള്ള ഒരു എഗ്രിമെൻ്റ് തന്നെയാണ്. അത് നമുക്ക് അവരുടെ ആ ഒരു സൈറ്റിൽ അവൈലബിൾ ആണ്. ആ സൈറ്റ് അവർ കൊടുത്തിട്ടുണ്ട്. 14 ദിവസത്തിനുള്ളിൽ ആ ഒരു പ്രിൻ്റ് നമുക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അതിനുശേഷം നമുക്ക് ഓർഡർ കൺഫേം ചെയ്യാൻ പറ്റും. ഓർഡർ എന്ന് പറയുമ്പോൾ അതിനകത്ത് ടൈമും പ്രൈസും അങ്ങനത്തെ എല്ലാ ഡീറ്റെയിൽസും അടങ്ങിയിട്ടുള്ള ഓർഡർ നമുക്ക് അവർ സെൻഡ് ചെയ്തതിന് നമുക്കത് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്ക് മാസ് പ്രൊഡക്ഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ കൊടുത്ത ആ ട്രയൽ കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ ഓർഡർ സൈൻ ചെയ്തൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തേർഡ് വെർഷനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വർക്ക് ചെയ്ത് തുടങ്ങാവുന്നതാണ്. എന്നിട്ട് നമുക്ക് ജോബിന് അപ്ലൈ ചെയ്തിട്ട് വർക്ക് ചെയ്യാവുന്നതാണ്. ട്രയലിന് പ്രത്യേക എമൗണ്ട് അവർ പേയ്മെൻറ്റ് ചെയ്യുന്നില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം പിന്നെ സെറ്റിൽമെൻ്റ് ആണ് വരുന്നത്. സെറ്റിൽമെൻ്റ് എന്ന് പറയുമ്പോഴത്തേക്കിനും അവരൊരു സ്പെസിഫൈഡ് ആയിട്ടുള്ള ഒരു ഫീസ് ഉണ്ട്. അത് നമ്മൾ വർക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല. പേയ്മെൻറ്റ് ആ ഒരു എമൗണ്ടിൽ നിന്ന് തന്നെ അവരെടുത്തോളും. അത് എല്ലാം കംപ്ലീറ്റ് ആയതിന് ശേഷം മാത്രമേ നമുക്ക് വിഡ്രോവൽ ഓപ്ഷനിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. ആ ഫീസ് കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള ഒരു എമൗണ്ട് ആയിരിക്കും നമുക്ക് വിഡ്രോവൽ ചെയ്യാൻ പറ്റുക. അപ്പോൾ ആ വിഡ്രോവലിൻ്റെ കാര്യങ്ങളും അവർ ആ ഒരു എഗ്രിമെൻറ്റിനകത്ത് പറയുന്നതായിരിക്കും. അപ്പോൾ താല്പര്യമുള്ളവർ ഇവിടെ അപ്ലൈ നൗ എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ മതി, അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അല്ലാതെ മേളിൽ ഇവിടെ രജിസ്റ്റർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ക്രിയേറ്റീവ് ഡേറ്റ പ്ലസ് അക്കൗണ്ട് എന്നുള്ളതുണ്ട്. അവിടെ നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. മെയിൽ, പാസ്വേഡ് IM റോബർട്ട് എന്ന് കൊടുത്തിട്ട് നെക്സ്റ്റ് കൊടുത്ത് നമുക്ക് സൈനപ്പ് ചെയ്യാം. അതെല്ലാം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ട്രയലിലേക്ക് പോകും. ട്രയൽ കംപ്ലീറ്റ് ആയി അവർ അപ്രൂവൽ ചെയ്യുവാണെങ്കിൽ പിന്നെ നമുക്ക് ജോബ് ചെയ്തിട്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം താല്പര്യമുള്ളവരെല്ലാം ട്രൈ ചെയ്ത് നോക്കാം. നല്ലൊരു സൈറ്റാണ്. പിന്നെ നിങ്ങളുടേതായ രീതിയിൽ ഗൂഗിളിലും ട്രസ്റ്റ്പാഡിലും ഒക്കെ സെർച്ച് ചെയ്തിട്ട് മാത്രമേ ഈ ഒരു സൈറ്റിൽ വർക്ക് ചെയ്യാവുള്ളൂ. ഈ സൈറ്റ് എന്നല്ല, ഏത് സൈറ്റാണെങ്കിലും. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, സീ യു.